എല്ലാവർക്കും നമസ്കാരം. S&D ഓഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്രിലിക്കിൽ തന്നെ നമ്മൾ ഗ്ലോസി മാറ്റ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ലോഗോ നമ്മളിവിടെ S&D ഓഡീസ് എന്നുള്ളത് ചെയ്തിട്ടില്ല. കാരണം കസ്റ്റമർ പറഞ്ഞു അവർക്ക് JBL എന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് G-Starന്റെ 2.1 ബ്ലൂടൂത്ത് മോഡ്യൂളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു വ്യൂ മീറ്റർ ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് അഭിപ്രായം നിങ്ങൾ പറയണം. അത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് നമ്മൾ വരുമ്പോഴത്തേന് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലോസി മാറ്റ് ഫിനിഷാണ്. അതായത് മാറ്റ് ഫിനിഷാണ് കൂടുതൽ നമ്മൾ ഈ ഒരു അക്രിലിക് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് നോബുകൾ കൊടുത്തിട്ടുള്ളത്, ഒന്ന് സബിനും അതേപോലെ ഒന്ന് വരുന്നത് നമ്മൾ മാസ്റ്റർ വോളിയോ ആയിട്ടാണ്. അപ്പോൾ ഈ മാസ്റ്റർ വോളിയോ ഒരു എൻകോഡറായിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് ഫങ്ഷൻസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു VU മീറ്ററൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മളുടെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പവർ സപ്ലൈ സ്റ്റേജാണ്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 25025ൻ്റെ ഒരു 10 ആംപിയർ ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു പവർ സപ്ലൈ, നമ്മളൊരു അത്യാവശ്യം നല്ല ഒരു പവർ സപ്ലൈ, നമ്മളൊരു 1000 MFD കപ്പാസിറ്റർ 2 ഉപയോഗിച്ചിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ സെക്ഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയിൽ നിന്നാണ് നമ്മളുടെ സബിൻ്റെ ബോർഡിലേക്കും നമ്മുടെ 2 ചാനൽ അതിലേക്കും പോകുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മൾ ചാനലിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ശക്തിയുടെ ബോർഡാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത്. ഓരോ ചാനലും 100 വാട്ട്സ് വെച്ച് കിട്ടുന്ന രീതിയിലുള്ള 52001943യുടെ ബോർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സബിൻ്റെ ബോർഡ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്ഫെറ്റിൻ്റെ ബോർഡ് തന്നെയാണ്. വിത്ത് ഫിൽറ്ററോട് കൂടിയ മോസ്ഫെറ്റ് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു 2.1ൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബക്ക് കൺവേർട്ടർ വെച്ച് നമ്മൾ നമ്മുടെ ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്കുള്ള 5 വോൾട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ബക്ക് കൺവേർട്ടർ വഴിയാണ്. പിന്നെ നമ്മളിവിടെ ഒരു ബക്ക് കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബക്കിൽ നിന്നാണ് നമ്മൾ LED-ക്കും പിന്നെ അതേപോലെ തന്നെ ഫാനിനും വേണ്ടിയുള്ള പവർ നമ്മളിവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് G-Starന്റെ 2.1 ബ്ലൂടൂത്ത് മോഡ്യൂള്. നമുക്കൊരു 2.1 ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുന്ന സമയത്ത്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മോഡ്യൂൾ വളരെയേറെ നമുക്ക് ഉപകാരപ്രദമാകുന്നതാണ്. കാരണം ഇതിൽ ബാസ് ട്രബിൾ ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സബിൻ്റെ വോളിയം ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ, ഡിസ്പ്ലേ ആണെങ്കിൽ ഒരു വലിയ സൈസ് വൈറ്റ് ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്, ബ്ലൂ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഈ 2 ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂ കളർ ഡിസ്പ്ലേ ആണ്. പിന്നെ നമ്മളിവിടെ ഒരു VU മീറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് ഒരു VU മീറ്ററാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് എക്സ്ട്രീം ഓഡിയോസിൻ്റെ VU മീറ്ററാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആംപ്ലിഫയർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിക്കുക. മെസ്സേജ് കഴിവതും ഒഴിവാക്കിയിട്ട് കോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.